السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين ما بعد. اتقوا الله عباد الله والعاقبة للمتقين. ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസ സഹോദരൻ, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അതിൽ 2 വിഭാഗത്തെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഇമാമുൻ ആദിൽ, നീതിമാനായ ഒരു ഭരണാധികാരി, അതല്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ആളുകളോട് നീതി കാണിക്കുന്നവരാണ്. രണ്ടാമതായി ഷാബുൻ നശഅ ഫി ഇബാദത്തില്ല, അള്ളാഹുവിൻ്റെ ഇബാദത്തിൽ വളർന്നു വരുന്ന ഒരു യുവാവ്. മൂന്നാമതായി റജുലുൻ ഖൽബുഹു മുഅല്ലഖൻ ബിൽ മസാജിദ്, ഒരു മനുഷ്യൻ, അയാളുടെ ഹൃദയം പള്ളികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, മസ്ജിദ് അള്ളാഹുവിൻ്റെ ഭവനമാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ യാത്ര പോകുന്നത് നമുക്ക് എത്ര സന്തോഷകരമാണ്. എങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനമായ മസ്ജിദിലേക്ക് നമ്മൾ പോവുക, അവിടെ നിന്ന് തിരിച്ചു വരിക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു മുഅ്മിനിന്റെ മനസ്സിൽ വല്ലാതെ ആനന്ദമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വചനം കാണാൻ സാധിക്കും. അൽ മുഅ്മിൻ ഫിൽ മസ്ജിദ് കസ്സമക ഫിൽ മാ വൽ മുനാഫിഖ് ഫിൽ മസ്ജിദ് കത്വയ്രി ഫിൽ ഖഫസ്. ഒരു മത്സ്യത്തിന് വെള്ളം ഏതുപോലെയാണ്, വെള്ളത്തിലുള്ള മത്സ്യം പോലെയാണ് പള്ളിയിലുള്ള വിശ്വാസി. അയാൾക്ക് ഈ പള്ളിയിൽ നിന്നും പുറത്തു കടന്നാൽ തിരിച്ചങ്ങോട്ട് എത്തണം എന്നുള്ള വിശ്വാസം, എന്നുള്ള ചിന്തയായിരിക്കും അധികവും. അതല്ലാത്തിടത്തോളം അയാൾക്കൊരു അസ്വസ്ഥതയും പ്രയാസവുമായിരിക്കും. എന്നാൽ മുനാഫിക്കിന്റെ കാര്യം വരെ തിരിച്ചാണ്. അയാൾക്ക് പള്ളിക്കകത്ത് ഒരു കൂട്ടിലിട്ട ഒരു പക്ഷിയെ പോലെ ആയിരിക്കും. ആ പക്ഷി പുറത്തേക്ക് പോകാൻ വെമ്പുന്നത് പോലെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്ത് കടന്നാൽ ആണ് അയാൾക്ക് ആശ്വാസമാവുക. ഇതൊരു സത്യാവസ്ഥയാണ്, ഇതൊരു സത്യമാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയുമായി അയാളുടെ ഹൃദയം, അദമ്യമായ ഒരു ബന്ധം, അതിന് വല്ലാത്ത ഒരു ഉത്കടമായ ഒരു ആഗ്രഹം പള്ളിയിലേക്ക് എത്തുവാൻ അയാൾക്കുണ്ടാകും. അപ്പോൾ പള്ളിയുമായി ബന്ധപ്പെടുക ഹൃദയം. എവിടെ ചെന്നാലും, എവിടെ യാത്ര പോയാലും, എവിടെ പോയാലും പള്ളിയിലേക്ക് എത്തിയാൽ ഒരു സമാധാനം. അങ്ങനെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ ആ വിഭാഗത്തിൽ നമ്മൾ പെടും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് യഹബ്ബുൽ മസാജിദ് വ യഹാഫിദു അലാ സ്വലാത്തിൽ ജമാഅത്ത് നിസ്കാരങ്ങൾ നിറവേറ്റുവാൻ, അല്ലെങ്കിൽ പള്ളിയിൽ ഇരിക്കുവാൻ, അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങൾ, ദുനിയാവിലെ ഏത് വിഷയങ്ങളെക്കാളും പള്ളിക്ക് നിസ്കാരത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നാലാമതായി റജുലാൻ തഹബ ഫില്ലാഹ്, 2 ആളുകൾ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ പിരിയുകയും ചെയ്യുന്നു. അത് വല്ലാത്ത ഒരു ബന്ധമാണത്. ദുനിയാവിന്റെ ഒരു ഒന്നിനു വേണ്ടിയിട്ടുമുള്ള ബന്ധമല്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പരിശുദ്ധമായ, മറ്റേത് ബന്ധത്തെക്കാളും പരിശുദ്ധമായ ഒരു ബന്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. കാരണം അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത് മറ്റേ ദുനിയാവിലെ എന്തെങ്കിലും കാര്യങ്ങളല്ല, എന്തെങ്കിലും സ്വാർത്ഥ ലാഭങ്ങളല്ല, മറ്റെന്തെങ്കിലുമല്ല. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അവനോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹവും ആണ് അവർക്കിടയിലുള്ളത്. എന്നാൽ അങ്ങനെ സ്നേഹിക്കുക മാത്രമല്ല, പിരിയേണ്ടി വന്നാൽ പിരിയുകയും ചെയ്യും. കാരണം അള്ളാഹുവിന് വേണ്ടി നൽകുക, അള്ളാഹുവിന് വേണ്ടി കൊടുക്കുക, അള്ളാഹുവിന് വേണ്ടി തടയുക, അതുപോലെ തന്നെ അള്ളാഹുവിന് വേണ്ടി ബന്ധം ചേർക്കുക, ഇതെല്ലാം ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടുന്നത് ഈമാനിന്റെ പൂർത്തീകരണമായിട്ടാണ്. അപ്പോൾ അത്രയും പവിത്രമായ ഒരു ബന്ധമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു വിളിക്കുന്ന, മഹ്ശറിൽ എടുത്തു വിളിക്കുന്ന ആളുകളുണ്ട്. എവിടെ? എനിക്ക് വേണ്ടി സ്നേഹിച്ച ആളുകൾ, അവരെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രത്യേകമായി അവരെ വിളിക്കുന്ന രംഗങ്ങളൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ, അള്ളാഹുവിന് വേണ്ടി മാത്രമായിക്കൊണ്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ 5-മതായി റജുലുൻ ദഅഅഹു റഅഅതുഹു ദാത മൻസിബിൻ വജമാൽ. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഹദീസുകളിലേക്ക് റജുലുൻ, ഷാബുൻ പുല്ലിംഗങ്ങളെ ആയിട്ടാണ് പറയുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. ഇതൊക്കെ ഏതൊരു സ്ത്രീയും ഉണ്ടെങ്കിലും അവർക്കും ഇതൊക്കെ ബാധകമാണ് എന്നാണ് അതിലെ ഉലമാക്കളുടെ ഇജ്മാ ഉള്ളത്. ഒരു യുവാവ് എന്ന് മാത്രമല്ല, യുവതിയും, അതുപോലെ തന്നെ ഒരു പുരുഷനെന്നല്ല, ഒരു സ്ത്രീയും
ആരാണെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ രീതിയിൽ ആയി മാറിയാൽ അവർക്കും സ്ത്രീകൾക്കും ആകട്ടെ സാലിഹത്തുകളായിട്ടുള്ള അടിയാത്തികൾക്ക് അവർക്കും എന്തുണ്ട്? അള്ളാഹുവിന്റെ അടുക്കൽ ഈ അർശിന്റെ തണലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുരുഷൻ, ആ പുരുഷനെ ഒരു സ്ത്രീ ഒരു അനാശാസ്യ കാര്യത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. നല്ല സൗന്ദര്യവും തറവാട്ട് മഹിമയുമുള്ള ഒരു സ്ത്രീ. പക്ഷെ അയാൾ പറയുന്നു, ഇന്നി അഖാഫുല്ലാ, തീർച്ചയായിട്ടും എനിക്ക് അള്ളാഹുവിനെ ഭയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സന്ദർഭം. ഇത് വളരെ വലിയ പരീക്ഷണമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത് ഏറ്റവും വലിയ പരീക്ഷണങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള പരീക്ഷണത്തിൽ നിന്നും അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് മാറിയവരാണ്. നമുക്കറിയാം ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ കഥ. അതിൽ 3 പേരും പറയുന്നുണ്ട്, നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്ത ഇഖ്ലാസോട് കൂടി ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിൽ മൂന്നിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നത് ഇതുപോലുള്ള അയാളുടെ ചാരിത്ര ശുദ്ധി, അള്ളാഹുവിന് വേണ്ടി അയാൾ കാത്തു സൂക്ഷിച്ച, അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ പേരിൽ അത്തരമൊരു പ്രവൃത്തിയിൽ നിന്നും മാറി നിന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു അവരെ സഹായിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ ചാരിത്ര ശുദ്ധി എന്നുള്ളത് ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമ്മൾക്ക് എന്താണോ ഹലാലായിട്ടുള്ളത് ആ ഹലാലായിട്ടുള്ളതിൽ മാത്രം ഒതുങ്ങി നിൽക്കുക, ഹറാമായതിലേക്ക് പോകാത്ത ഒരവസ്ഥ. ആ രീതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അത് പരമാവധി ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.